തൃശൂരിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അല്പസമയത്തിനുള്ളിൽ. സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന റോഡ് ഷോയിൽ ജില്ലയിലെ 12 എൻഡിഎ സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും പാലക്കാടിന് ശേഷം നരേന്ദ്രമോദി തൃശൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. എപ്പോഴേക്കായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക? എന്താണ് ബിജെപിയുടെ നീക്കം? ബിജെപി കേരളത്തിൽ ലക്ഷ്യമിടുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഒന്ന് പാലക്കാടും തൃശ്ശൂരും. ആദ്യം പാലക്കാട് എത്തി മോദിയുടെ പൊതുസമ്മേളനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോകുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ കുട്ടനെല്ലൂർ ഗവൺമെൻറ് കോളേജിൽ ഇറങ്ങും. അതിനുശേഷമാണ് അദ്ദേഹം സ്വരാജ് ഗ്രൗണ്ടിലേക്ക് വരികയും അവിടെയുള്ള ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് നിന്നുള്ള ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഈ റോഡ് ഷോയിൽ 12 സ്ഥാനാർത്ഥികൾ, തൃശ്ശൂർ ജില്ലയിൽ എൻഡിഎ സ്ഥാനാർത്ഥികൾ 12 പേരും പങ്കെടുക്കും. വലിയ പ്രതീക്ഷയിലാണ് തൃശ്ശൂരിലെ പ്രവർത്തകരുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബിജെപിക്ക് എംപിയെ ലഭിച്ച ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ, അവരുടെ പ്രധാനപ്പെട്ട നേതാവ് പത്മജ വേണുഗോപാൽ അടക്കമുള്ള മുൻ ജില്ലാ പ്രസിഡന്റായ അനീഷ് അടക്കമുള്ളവർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ പ്രതീക്ഷയിൽ മോദിയെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടമായി ഇന്നാണ് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നത്. ആദ്യം പാലക്കാട് എത്തിയിരുന്നു. അതിനുശേഷമാണ് അല്പസമയത്തിനകം തൃശ്ശൂരിൽ മോദിയുടെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത്. പാലക്കാടേക്ക് പോവുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായ വിമർശനങ്ങളാണ് മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം മലയാളത്തിലാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം കേരളത്തിൽ കുറച്ചു നാളുകളായി തന്നെ ചർച്ചയിലുള്ള രാഷ്ട്രീയ ഡീലിന് കൃത്യമായി തന്നെ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ഡീലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ഉണ്ടാകുമ്പോൾ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും മൗനമായിരുന്നു. കാരണം വികസിത കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തൃശ്ശൂരിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന റോഡ് ഷോയിൽ തൃശ്ശൂർ ജില്ലയിലെ തന്നെ 12 എൻഡിഎ സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. ഉടൻ തന്നെ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.